അങ്ങനെ കാവുവിൻ്റെ കല്യാണ ദിവസം വന്നെത്തി ഗൈസ്. അങ്ങനെ ഞാൻ പിന്നെ ഒരുങ്ങിയിട്ടൊക്കെ വരുമ്പോൾ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ പ്രോഗ്രാം 4 മണിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ മണവാളനും മണവാട്ടിയും സ്റ്റേജിലേക്ക് കയറുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ കയ്യും പിടിച്ച് അവരുടെ 7 വർഷത്തെ പ്രണയത്തിനൊടുവിൽ, 1 വർഷം മുന്നേ നിക്കാഹ് കഴിഞ്ഞതാണ്, പക്ഷേ ആ ഒരു പ്രണയത്തിനൊടുവിൽ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരുമിച്ച് കഴിയാനുള്ള ആ ഒരു ഇത് എന്താ പറയുക, അതൊരു ഇത് തന്നെയല്ല, ഒരു എന്താ പറയുക, അത് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സാധനം തന്നെ. നല്ല ഒരു ടൈലായിട്ടുള്ള പിന്നെ നെറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ അൽഫി പിന്നെ സ്റ്റേജിലോട്ട് കയറിയത്. അപ്പോൾ ആ ഒരു സീനറിയാണ് നിങ്ങൾ കാണുന്നത്. ആ മുമ്പ് സ്റ്റേജിൽ കയറുന്ന വീഡിയോസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പോഴത്തേക്ക് ഞാൻ എത്തിയിട്ടില്ലായിരുന്നു. ഇത് മെയിൻ സ്റ്റേജിലേക്ക് കയറുന്ന വീഡിയോ ആണ്. ആർപ്പാടൊന്നും ഇല്ലാത്ത ഒരു കല്യാണമായിരുന്നു. കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളും എന്നല്ലാതെ, നല്ല ഫുഡും കാര്യങ്ങളും എന്നല്ലാതെ, പാട്ടോ ഡാൻസോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മാതൃകയായ കല്യാണമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ബ്രദറായതുകൊണ്ട് പറയല്ല, നല്ലൊരു കല്യാണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കണ്ടോളൂ നിങ്ങൾ. കുറച്ച് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈയിടെ പോപ്പുലറായിട്ടുള്ള ജാസ്മിൻ ജാഫർ അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഷിയാസ് കരീം, അങ്ങനെ എനിക്ക് പേര് അറിയില്ല, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ദിയാസന, പിന്നെ സീക്രട്ട് ഏജൻറ്റ്,
എന്താ പറയുക, കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ പിന്നെ ഇൻഫ്ലുവൻസ്മാരൊക്കെ ചേർന്ന ഖദറിനും അൽഫിനക്കും, അതായത് എൻ്റെ ബ്രദറിനും വൈഫിനും കുറേ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. വാച്ചും കേക്ക്സും ഡ്രസ്സസും കാര്യങ്ങളൊക്കെ. ജൂബിയൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. എനിക്ക് ആരാന്നൊന്നും പറയാൻ പറ്റൂല. പിന്നെ നമ്മുടെ ജാസ്മിൻ ജാഫർ, സീക്രട്ട് ഏജൻറ്റ്, ഷിയാസ് കരീമൊക്കെ തലേദിവസം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിച്ച് പൊളിച്ച് എല്ലാവരും നല്ല എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ റോബിൻ ഉണ്ടായിരുന്നു കേട്ടോ. റോബിന് വന്നപ്പോൾ ആൾക്കാർക്കൊക്കെ വല്ലാത്തൊരു അനുഭൂതിയും ഫോട്ടോ എടുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ പേരുള്ളതുകൊണ്ട് എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കണ്ടോളൂ. പിന്നെ ഈ ഒരു ടീം എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ സിസ്റ്ററിന് കാർ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് പരിചയപ്പെട്ട ഒരു ആൾക്കാരാണ്. ഒരു കേക്കിൻ്റെ ഷോപ്പാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവർ നല്ല അടിപൊളി കേക്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒന്നാന്തരം കേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളാണ് ഇത് കാണുന്നുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ കല്യാണത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ട് പരിചയപ്പെട്ടതാണ്. അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചതാണ്. അപ്പോൾ ആ ഒരു ചിരിയൊക്കെ കണ്ടില്ല, അവരൊക്കെ നല്ല ഹാപ്പിയിൽ വന്നതാണ്. ജാസ്മിൻ ജാഫർ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ റോബിൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ റോബിൻ്റെ വീഡിയോസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് മറന്നുപോയി, ഞാൻ ഓരോ തിരക്കിൽ വിട്ടിട്ട്. ഞാൻ പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എവിടെയെങ്കിലും കണ്ടാലായി ചിലപ്പോൾ. പക്ഷെ റോബിന് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ലോണം ഇതാക്കിയിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവരും നിന്ന് റോബിനെ കണ്ട് എല്ലാവരും നല്ലൊരു ഇത് തന്നെയായിരുന്നു. റോബിൻ തരംഗം തന്നെയായിരുന്നു ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ യൂട്യൂബിൽ നല്ല സബ്സ്ക്രൈബറുള്ള ആളാണിത്. എത്രയോ മില്യൺ സബ്സ്ക്രൈബറും വ്യൂവും ഒക്കെ കിട്ടുന്ന ഒരാളില്ല. അയാളാണ്. എന്ത് സിമ്പിൾ മനുഷ്യനാണെന്നറിയാം. നല്ല എല്ലാവരുടെ കൂടിയും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ലൊരു ഇതായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും കൂടെ നിന്ന് ഫോട്ടോ എടുത്തിരുന്നു. വീഡിയോ എടുത്തിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. ആളെന്ത് സിമ്പിളറിയും. എത്ര വരുമാനം വാങ്ങുന്ന ആളായിരിക്കും ഇത്. ഒരു വീഡിയോ ഒക്കെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ പിന്നെ
ഇതെൻ്റെ ബ്രദറിൻ്റെ കുട്ടിയാണ്. അവൻ്റെ ഡാൻസ് ഒന്നൊന്നര ഡാൻസായിരുന്നു. അടിപൊളിയായിട്ട് അവൻ്റെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ക്യാച്ച് ചെയ്തതാണ്. അവൻ ആ തിരക്കിനിടയിലും ഡാൻസ് കളിക്കുക ഒരു ഇതാക്കിയിട്ടില്ല. പക്ഷേ മേലെ സ്റ്റേജിൽ കയറ്റി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവന് ഡാൻസ് കളിയിൽ നിന്ന് മാറി നിന്നു. അവന് താഴെ പോയി തന്നെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് താഴെ കൊണ്ടാക്കിയതാണ്. പിന്നെ ദിയാസന വന്നിരുന്നു. അപ്പോൾ ദിയാസനോട് ഞാൻ സംസാരിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ എന്നോട് കാര്യങ്ങൾ പറയായിരുന്നു, ചോക്കറിൻ്റെ കാര്യമൊക്കെ. ഗോൾഡ് ഇട്ടത് എന്തിനാ, സിൽവർ കളർ ഇട്ടുകൂടായിരുന്നു എന്നൊക്കെ കുശലം പറയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. പിന്നെ ഇവന് ഫുൾ സെൽഫി വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജ് മൊത്തം മൂടിയിട്ട് ആർക്കും ഒന്നും തന്നെ കാണുന്നില്ലായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ആര് നിയന്ത്രിച്ചാലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇതാണ് സീക്രട്ട് ഏജൻറ്റ്. കണ്ടില്ല, എനിക്ക് ഓരോ ആളുടെയും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നിങ്ങൾ കാണുന്നത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഫ്രണ്ട്സിൻ്റെ അവൻ്റെ ഓരോരു 25 G25 അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിൻ്റെ സ്വീകരണമാണ്. നല്ല അടിപൊളി സ്വീകരണവും ചോദ്യങ്ങളും ഉത്തരങ്ങളും പാട്ട് പാടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കവറപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വോയിസിൽ കൊടുക്കാൻ പറ്റൂല. അത്രക്കും സൗണ്ടും പിന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷനും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ സൗണ്ട് കട്ട് ചെയ്തിട്ടാണ് വോയിസ് ഓവർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അത്. ഇത് ഞങ്ങൾ ഫാമിലിയിലുള്ള ഒരു ചടങ്ങായിരുന്നു. നെയിം ഇങ്ങനെ മുഖത്ത് ഇതാക്കി പൊക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിയിൽ കൊടുത്തപ്പോഴത്തേക്ക് ആരും സമ്മതിച്ചില്ല. കാരണം ഞാൻ നല്ല ചൂടിലായിരുന്നു, കിട്ടിയിട്ടില്ല. ഇത് പിന്നെ ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ്. പക്ഷേ ആ വീഡിയോ മറ്റേ ഇതിലൊക്കെ വെറൈറ്റി മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. വെറൈറ്റി മീഡിയയിൽ ഒക്കെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സൈഡിൽ ബ്ലൂ സാരി കൊടുത്തിട്ടില്ല, അത് ഞാനാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഈ ചടങ്ങും കഴിച്ചു കൂട്ടി.
ഇതിപ്പോൾ എൻ്റെ കുറച്ച് പട്ടി ഷോസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണും. ഒന്നും കണ്ടു എന്ന് നടിക്കേണ്ട, കണ്ടില്ലെന്ന് നടിക്കുക ഗൈസ്. എനിക്കും കാണിക്കേണ്ട കുറച്ച് പട്ടി ഷോസ്. പിന്നെ അവനും ഉമ്മാനോടൊപ്പം ഉള്ള വീഡിയോസും ഒക്കെ കാണുന്നുണ്ടാവുമല്ലോ, കുറേ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഇതിലും കൂടി കണ്ടോളൂ, ഇത് മൊത്തത്തിലുള്ള വീഡിയോ അല്ല. ഇതായിട്ട് ഞാൻ കുറക്കുന്നില്ല, ഇത് എൻ്റെ മാത്രം പട്ടി ഷോയാണ് ഗൈസ്. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് പട്ടി ഷോസൊക്കെ കാണിക്കാൻ വേണ്ടി എൻ്റെ അടുക്ക് ചിരിയും കളിയും അതിൻ്റെ അടുക്ക് സംസാരമൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ട് ഒന്ന് കളിയാക്കണ്ട. എന്നാലും എൻ്റേതായ ഒരു പട്ടി ഷോ ഒന്ന് കാണിക്കണ്ടേ, അതിനാണ് ഗൈസ്. കുറച്ച് നടത്തും കാര്യങ്ങളും ഒക്കെ അല്ല, പിന്നെ ഇതൊക്കെയല്ലേ രസം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ ബൈ.